എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യലിന്റെ എൻട്രൻസിന്റെ ടോപ്പിക്കിന്റെ നമ്മൾ 25th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നു. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ 25th വരെ, നമ്മൾക്കിനി 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ 26th ക്വസ്റ്റ്യൻ. The work done in moving a point charge of 10 microcoulomb through a distance of 3 cm along the equatorial axis of an electric dipole. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ എടുക്കുന്നു -q and +q. ഇതിന്റെ ഇക്വറ്റോറിയൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതിന് പറയുന്നവരാണ് ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈനിൽ എല്ലായിടത്തും പൊട്ടൻഷ്യൽ 0 ആണ്. പൊട്ടൻഷ്യൽ ഡിഫർ. അപ്പൊ ഇവിടെ നിന്നൊരു ചാർജ് പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ വർക്ക് ഡൺ W is equal to charge into potential difference. Here potential, initial potential 0, final potential 0, therefore potential difference 0, therefore work done is also equal to 0. Therefore answer is 0. Okay. ഇനി അടുത്ത നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 27. Hydrogen ion and singly ionized helium atom are accelerated from rest through the same potential difference. The ratio of the final speed of the hydrogen and helium ion is close to. നമ്മുടെ ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. The velocity when charged particle is accelerated through the potential difference V is equal to root of 2qv divided by m. This is the equation for velocity. ഒന്നുമില്ല, half mv square is equal to qv. അതാണ് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇവിടെ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 സെയിം. ഇവിടെ മാറാൻ ചാൻസ് ഉള്ളത് ആർക്കൊക്കെയാണ്? ചാർജും മാസും. പക്ഷേ ഹൈഡ്രജൻ അയോണിന്റെ കേസിലും സിംഗിളി അയനൈസ്ഡ് ഹീലിയത്തിന്റെ കേസിലും ചാർജ് സെയിം ആണ്. therefore മാറാൻ ചാൻസ് ഉള്ളത് ആര് മാത്രം? മാസ് മാത്രം. therefore it is inversely proportional root of mass. therefore V of hydrogen divided by V of helium, V1 by V2 is equal to root of mass of helium divided by mass of hydrogen. That is it is equal to mass of helium. Helium എന്ന് പറയുന്നത് ഹീലിയത്തിന് 4m ആണ്. that is 4m divided by m root, that is equal to 2:1. therefore answer is 2:1. Clear ആവുന്നുണ്ടല്ലോ? Next question, question number 28. A charge Q is distributed over two constantly conducting thin spherical shells, radii r and capital R, where capital R is greater than small r. If the surface charge densities on the two shells are equal, the electric potential at the common center is. നമ്മളിത് ജനറൽ ആയിട്ട് നമ്മൾ എവിടെ ജനറൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ജനറൽ ഇക്വേഷൻ നമ്മൾ ആൻസർ പറഞ്ഞിരുന്നു 1/4πε0 × q × r + r ഡിവൈഡഡ് ബൈ r² + r². നമ്മളവിടെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നില്ല. therefore answer is 1/4πε0 q × r + r ഡിവൈഡഡ് ബൈ r² + r². ജനറൽ ഇക്വേഷൻ മനസ്സിലാകാത്തവർ ജനറൽ ഇക്വേഷൻ നോക്കുക. ജനറൽ ഇക്വേഷൻ മനസ്സിലാക്കിയവർ ഈ ആൻസർ എടുത്തു. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29. Concentric metallic hollow spheres of radii r and 4r. അപ്പോൾ ഓരോ സ്പിയർ 4r റേഡിയസ് ആണ്, അടുത്തതിന്റെ റേഡിയസ് 6 ആണ്. 6ഉം 4r. ഇയാൾക്കൊരു ചാർജ് കൊടുത്തിരിക്കുന്നു Q1, ഇയാൾക്ക് ചാർജ് കൊടുത്തിരിക്കുന്നു Q2. ഇവർ ചോദിച്ചിരിക്കുന്നത് ഇവർ തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഈ രണ്ട് സ്പിയറുകളും തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? ആദ്യമേ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, പുറത്തിരിക്കുന്ന ചാർജ് കൊണ്ട് Q2 കൊണ്ട് ഇതിന്റെ സർഫസിലും ഇവന്റെ സർഫസിലും ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകാൻ കാരണം ആര് മാത്രമാണ്? Q1 എന്ന് പറയുന്ന ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറന്റ് ആണ്. ഹിയർ പൊട്ടൻഷ്യൽ there is no potential difference due to the outer sphere. ഔട്ടർ സ്ഫിയർ കൊണ്ട് ഇവിടെ ഒരിക്കലും എന്തുണ്ടാവില്ല? ഔട്ടർ സ്ഫിയർ കൊണ്ട് ഇവിടെ ഒരിക്കലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകില്ല. കാരണം ഒരു സ്പിയറിന്റെ സർഫസിലും അകത്തും എല്ലാം ഉള്ള പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകാൻ കാരണം ആകെപ്പാടെ Q1 കൊണ്ടാണ്. Q1 കൊണ്ട് ഇവന്റെ സർഫസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 × Q1 ഡിവൈഡഡ് ബൈ r മൈനസ് ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 Q1 ഡിവൈഡഡ് ബൈ 4r. 1/4πε0 × Q1 ഡിവൈഡഡ് ബൈ 4r. Therefore answer is equal to 1/4πε0 r into Q1 minus Q1 divided by 4. Q1 minus 4 is equal to 3/4 Q1. That is equal to 3/4 1/4πε0 into Q1 divided by r. Therefore answer is equal to 3Q1 divided by 16πε0 r. This is the answer.
എപ്പോഴും നമ്മൾ ഓർക്കുക, രണ്ട് കോൺസെൻട്രിക് സ്പിയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഔട്ടറിലുള്ള ചാർജിന് എന്ത് സംഭവിച്ചാലും ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും സംഭവിക്കത്തില്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പിന്നീട് നമുക്ക് വരുന്നുണ്ട്. ഔട്ടർ സ്ഫിയറിന്റെ ചാർജ് ഞാൻ Q1ന്റെ Q2ന്റെ കൂട്ടത്തിൽ ഞാനിത് 5Q2 കൂടെ ആഡ് ചെയ്തു. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നോ ചേഞ്ച്. കാരണം എത്ര ചാർജ് നമ്മൾ ഔട്ടർ സ്ഫിയറിന് കൊടുത്താലും അവിടുത്തെ എത്ര പൊട്ടൻഷ്യൽ കൂടുമോ അത്രയും പൊട്ടൻഷ്യൽ ഇന്നർ സ്ഫിയറിനും കൂടും. അതുകൊണ്ട് ഔട്ടർ സ്ഫിയറിന്റെ നമ്മൾ ചാർജിനെ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഔട്ടർ സ്ഫിയർ ഇന്നർ സ്ഫിയറിനോട്ട് ഒരിക്കലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വാൻ ഡേ ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനല്ല, വാൻ ഡേ ഗ്രാഫ് ജനറേറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണിത്. ഓക്കെ, നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിനകത്തേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 30 എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസിഡർ ദ ഫോഴ്സ് എഫ് ഓൺ എ ചാർജ് Q ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് സ്പെറിക്കൽ ഷെൽ. ഒരു സ്പെറിക്കൽ ഷെല്ലാണ്, ഇതിനകത്ത് യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. Q ആണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. വേറൊരു ചാർജിന് കിട്ടുന്ന ഫോഴ്സ് ആണ് കൺസിഡർ ഫോഴ്സ് ഓൺ എ ചാർജ് സ്മാൾ ക്യൂവിന് കിട്ടുന്ന ഫോഴ്സ് carrying a charge Q distributed uniformly over it. Which one of the following statement is true for F if Q is placed at a distance R from the center of the shell? ഇവിടെ ഒന്നും R ഡിസ്റ്റൻസ് ആകത്തില്ല, അത് അകത്താകാം പുറത്താകാം. ഒരു കാര്യം ആദ്യമേ നമ്മൾ ചിന്തിക്കുക, അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ട് ഫോഴ്സ് കിട്ടണമെങ്കിൽ ചാർജിനെ പുറത്ത് വെച്ചാൽ മാത്രമേ ഫോഴ്സ് കിട്ടൂ. ഫസ്റ്റ് കൺസെപ്റ്റ് എന്താ പറയുന്നത്? The force is equal to 1/4 QQ divided by R square if R is less than R. R less than R ആണെങ്കിൽ no force. അടുത്ത എന്താ? 1/4 QQ divided by R square less than 0 for R is less than. തെറ്റ്. ഫോഴ്സ് അവിടെ ഉണ്ടാവില്ല, ഫോഴ്സ് 0 എന്നാണ് പറയുന്നത്. 1/4 QQ by R square for R is greater than. R ന്റെ വാല്യൂ ക്യാപിറ്റൽ ആറിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ there is a force that is equal to, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 1/4 Q divided by R square. അവിടെ ഒരു Q ചാർജിന് വെക്കുകയാണെങ്കിൽ അവന് കിട്ടുന്ന ഫോഴ്സ് ഇൻറ്റു Q, that is equal to 1/4 QQ divided by R square എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടാകണമെങ്കിൽ that charge is placed outside the shell. Therefore answer is this. ഈ നമ്മൾ സാധാരണ ഇതിൻ്റെയൊക്കെ ഈ ആൻസറിൻ്റെയൊക്കെ ഇത്രയും വലിയ ആൻസറൊക്കെ കാണുമ്പോൾ നമ്മൾ കളഞ്ഞിട്ട് പോകരുത്. ഒരല്പം ഒന്ന് വായിച്ചെടുത്താൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 31 എന്താ പറയുക? പാർട്ടിക്കിൾ ഓഫ് മാസ് m and charge Q is released from rest in a uniform electric field. If there is no other forces on the particle, the dependence of its speed v on the distance x traveled by it correctly given by the graph. ഏത് ഗ്രാഫാണ്? അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മളൊരു ചാർജ് പാർട്ടിക്കിളിന് വെച്ചാൽ അവന് കിട്ടുന്ന ഫോഴ്സ് F is equal to QE, അവന് കിട്ടുന്ന ആക്സലറേഷൻ A is equal to QE divided by M. അപ്പോൾ ഇവന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോൾ അവന്റെ വെലോസിറ്റി എത്ര? യൂസ് ദ ഇക്വേഷൻ v square is equal to u square plus 2as. ഫൈനൽ വെലോസിറ്റി സ്ക്വയർ is equal to 2 into QE divided by M into S ന്റെ സ്ഥാനത്ത് x. That is v square is directly proportional to x or x is directly proportional to v square. അപ്പൊ നമ്മള് എക്സും വി സ്ക്വയറുമായിട്ടൊരു ഗ്രാഫ് വി ഇവിടെയും എക്സ് ഇവിടെയും എടുത്ത് വരച്ചിരുന്നെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വന്നേനെ. അറിയാമല്ലോ, എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ബി സ്ക്വയർ ആണ്, ഗ്രാഫിന്റെ ഷേപ്പ് ഇതാണ്. പക്ഷെ ഇവിടെ എക്സ് എടുത്തിരിക്കുന്നത് ഈ ആക്സിലാണ്, അപ്പോൾ ഇത് തിരിഞ്ഞു വരും, ഗ്രാഫ് ഇങ്ങനെ വരും. എക്സ് ഇവിടെയും വെലോസിറ്റി വി ഇവിടെയും ആണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ വരും. Therefore answer is B. ഇതാണ് ഗ്രാഫ്. മനസ്സിലാവുന്നുണ്ടേ? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമാണ്, ഇല്ലെങ്കിൽ പാടാണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 32. If finding the electric field around a surface is given by E is equal to Q enclosed by epsilon 0A is applicable in the given formula, epsilon 0 is the permittivity of free space. A is the area of the Gaussian and Q enclosed is the charge enclosed by the Gaussian surface. This equation can be used in which the following equation? Only when the Gaussian surface is an equipotential surface. Only when the Gaussian surface is an equipotential surface. Only when E is constant throughout the surface. മൂന്നാമത്തെ equipotential surface and E is constant on the. അതായത് നമ്മൾ ഗോസസ് തിയറം എടുക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷൻ, നമ്മൾ സാധാരണ when we are applying ഗോസസ് തിയറം നമ്മുടെ മെയിൻ പോയിന്റ് ഇതാണ്: the Gaussian surface is selected in such a way that at any point on that Gaussian surface E remains a constant എന്നാണ് നമ്മൾ അവിടെ തിയറി. അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ അത്യാവശ്യമാണ്? ആൻഡ് ദാറ്റ് സർഫസ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കൂടിയായിരിക്കും. കാരണം അവിടെ എല്ലായിടത്തും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കണം.
The Gaussian surface is selected in such a way that electric field intensity at any point on that Gaussian surface remains a constant. Potential at any point on that Gaussian surface is also remains a constant. Then only this equation is applicable. Therefore, the condition is C. Question number 33. Consider two charged metallic spheres S1 and S2 of radii R1 and R2 respectively. The electric field E1 and E2 on S2, S1 and S2 on their surface and such that E1 by E2 is equal to R1 by R2. Then the ratio V1 by V2 on the electrostatic potential on each sphere is. Namakariam, electric field intensity E angle potential is equal to E into D. D and the distance. Now, you distance is R1. Therefore, V1 divided by V2 is equal to E1 R1 divided by E2 R2. This is the condition. Here E1 by E2 E1 by E2 is equal to E1 by E2 is equal to R1 by R2. Therefore, R1 by R2 into R1 divided by R2. Therefore, it is equal to R1 divided by R2 the whole square. This is the answer. Therefore, answer is B. E is equal to dV by dx minus dV by dx or V is equal to E into D. This is the equation. V1 by V2 is equal to E1 R1 divided by E2 R2. E1 by E2 is equal to R1 by R2. Therefore, V1 by V2 is equal to R1 by R2 the whole square. Okay. Adutha question number 34. A hollow metal sphere of radius R is uniformly charged. The electric field due to the sphere at a distance R from the center is. Sambhavonnilla, one hollow sphere. Agathellaidathum potential remains a constant. Potential V remains a constant. Here choosing the potential the electric field. Therefore, electric is capital R. Electric field inside 0, outside it is inversely proportional to R square. Now, a hollow metallic sphere. If R is less than R, then electric field intensity is 0. If R is greater than R, then electric field intensity is inversely proportional to R square. Now, the answer is the answer 0 as R increases from R to R. Electric field is 0. And it decreases as R increases from R is greater than. So, electric field decreases. Now, this is our answer. Next question. Question number 35. Two parallel infinite line charges with linear charge densities plus lambda and minus lambda are placed at their distance of 2r in free space. Now, infinitely long conductor charge density plus lambda. Where all charge density minus lambda. If it is distance 2r, that is E distance r, E distance r. If it is electric field intensity, E conductor on electric field intensity E dash. E on electric field intensity E dash, and 2 E dash. Therefore, net electric field intensity E is equal to 2 E dash. That is 2 into one line conductor on electric field intensity 1 by 2 pi epsilon 0 into lambda divided by R. Lambda divided by R. Therefore, answer is equal to lambda by pi epsilon 0 R. This is the answer. Okay, answer. Lambda divided by pi epsilon 0 R. This is the answer. Two പേരും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി 0 ആയിരുന്നല്ലേ. കാരണം രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 36. Two point charges A and B having charges plus Q and minus Q respectively are placed at a certain distance apart and force acting between them is equal to F. അപ്പോൾ ഒരാളുടെ ചാർജ് Q ആണ്, മറ്റേയാളുടെ ചാർജ് മൈനസ് Q ആണ്. ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഡിസ്റ്റൻസ് R ആണ്. Force F is equal to 1 by 4 pi epsilon 0 QQ divided by R square. ഇതിനകത്തുനിന്ന് 25% ചാർജിനെടുത്ത് അവിടെ കൊടുത്തു. അപ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ ചാർജ് 3Q divided by 4 ആയിട്ട് മാറും. 75%. ആ 25% ഇവിടെ കിട്ടുമ്പോൾ അവിടെയും -3Q divided by 4 ആയിട്ട് കുറയും. അതെന്താ സാറേ അങ്ങനെ? ഇവിടെ നിന്ന് ചെല്ലുന്ന Q by 4 ഉം ഇവിടുത്തെ -Q by 4 ഉം കൂടെ ക്യാൻസൽ ആയി പോകും.
കാരണം ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇവിടെ 100 rupees പ്ലസ് ഇവിടെ -100 ആണ് കടം ഒരാൾക്ക് കൊടുക്കാനുണ്ട്. ഇവിടെ നിന്ന് 25 rupees അവിടെ കൊണ്ടുവന്നാൽ അവിടുത്തെ -20 +25 ക്യാൻസൽ ആയി പോകും. നമ്മൾ ഈ ക്യൂ എന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എടുക്കുക 10 ചാർജ് സപ്പോസ് 100 ചാർജ്, ഇവിടെ -100, ഇവിടെ നിന്ന് 25 ചാർജിന് അപ്പുറത്തോണ്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ -25 +25 കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇവിടത്തെ വരും -75, ഇവിടത്തെ വരും +75. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ. Therefore, what is a new force? New force is equal to 1/4πε0 into 9/16 q² divided by r². കാരണം 3/4 3/4 into 3/4 സ്ക്വയർ ചെയ്യും. That is, it is equal to 9/16 f. This is the answer. Therefore, answer is 9f/16. മനസ്സിലാവുന്നത്? അല്ലാതെ ഇവിടുത്തെ 25 അവിടെ ചെന്നിട്ട് രണ്ടും കൂടെ ചേർന്നിട്ട് 1.25 ആകുമെന്ന് എടുത്ത് കളഞ്ഞേക്കരുത്. ഇവിടുത്തെ പ്ലസ് ചാർജ് ആണ്, അവിടെ ചെല്ലുന്ന മൈനസ് ചാർജ് വരെ ന്യൂട്രൽ ആയി പോകും. Therefore, answer is equal to 9f divided by 16. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 37. An electron placed in an electric field experiences a force F of 1 Newton. 1 Newton force acting. What is the magnitude of that and the direction of the electric field at that point? അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് കരുതുക. ഇവിടെ ഒരു ചാർജിനെ വെച്ചപ്പോൾ, ഒരു കൂളംബ് ചാർജിനെ വെച്ചപ്പോൾ, ഒരു ചാർജിനെ വെച്ചപ്പോൾ, Q എന്ന് പറയുന്ന ഒരു ചാർജിനെ വെച്ചപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് E ആണ്. അവന് കിട്ടുന്ന ഫോഴ്സ് 1 കൂളംബാണ്. നമുക്കറിയാം ഫോഴ്സ് F is equal to QE. ഇവിടെയാണെങ്കിൽ that is, it is equal to 1 Newton is equal to E into ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറിയില്ല, that is E. Therefore, electric field intensity E is equal to 1/E. Simple. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവന് കിട്ടുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഫ്രം പോസിറ്റീവിലേക്ക് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്കാണ് അട്രാക്ട് ചെയ്യുക. Therefore, force is in the opposite direction of electric field. Therefore, answer എന്ത് വരണം? 1/E Newton per Coulomb. F and E are against each other. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഫോഴ്സിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്. എന്നാൽ പോസിറ്റീവ് ചാർജ് ആയിരുന്നെങ്കിലോ രണ്ടിന്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ. കാരണം നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് ദ പോസിറ്റീവ് സൈഡ്, ദാറ്റ് ഈസ്, ഓർ ഇലക്ട്രോൺസ് ആർ ആൾവേസ് മൂവിംഗ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഈസ് ആൾവേസ് മൂവിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 38. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്ത് കഴിഞ്ഞാണ്. 4 point ചാർജസ് വിത്ത് ചാർജ് എല്ലാം കൊടുത്തിട്ടുണ്ട്, 5 കൂളംബ്, ബട്ട് ദ ഡിഫറെന്റ് സൈൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. Square of side 10 meter. അപ്പോൾ 4 point charges with equal magnitude of charge of 5 coulomb but with different signs are placed at 4 corners of a square of side 10 meter. Assuming that the square is centered at the origin and the configuration of the charges are as given in the figure, the potential and magnitude of electric field at the origin respectively. ആദ്യമേ നമ്മൾ ചിന്തിക്കുക, നമ്മളിത് പല പ്രാവശ്യം പറഞ്ഞതാണ്. ഒരു +5 ഒരു -5, ഒരു +5 ഒരു -5, ഉറപ്പായിട്ടും സെന്ററിലെ പൊട്ടൻഷ്യൽ 0 ആണ്. പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് നമുക്ക് ഈ ആൻസറോ 3 ആൻസറേ വരാൻ ചാൻസ് ഉള്ളൂ, ബാക്കി രണ്ടും പോയി. ഇനി നമ്മൾ ചിന്തിക്കുക, ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്, ഈ ചാർജ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്, ദാറ്റ് ഈസ് 2E'. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്ക്, ഈ ചാർജ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്ക്, ദാറ്റ് ഈസ് 2E'. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി. Therefore, resultant electric field is equal to √2 times of 2E'. ഇതൊക്കെ ജനറൽ ഇക്വേഷൻ അത് പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളതാണ്, നോക്കിക്കോണം. കാരണം ഇയാൾ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും എല്ലാവരും കൊണ്ടുണ്ടാകുന്ന 5 കൂളംബ് ചാർജ് എല്ലാവരും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ഈക്വൽ ആണ്, പക്ഷെ അവിടെ എല്ലാം ഡയറക്ഷൻസ് മാത്രമേ ഡിഫറൻറ്റ് ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ദാറ്റ് ഈസ് 2√2 into E dash, that is 1/4πε0 into Q divided by x², where x എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് ആണ്. എക്സിന്റെ വാല്യൂ ഇത് A/√2, A/√2, സൈഡ് A എന്ന് എടുത്തു കഴിഞ്ഞാൽ A/√2. Therefore, it is equal to 2√2 into 1/4πε0 into Q divided by A² divided by 2, or it is equal to 4√2 into 1/4πε0 into Q divided by A². അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ k ആയിട്ട് തന്നെയാണ്, k ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നു. Therefore, ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇത് k എന്ന് എടുക്കുക. Therefore, answer is equal to k into 4√2 Q, that is equal to 5 coulomb divided by A². A ന്റെ വാല്യൂ എത്രയാണ്? 10 meter, that is equal to 100.
ഇത് ഇതും കൂടെ എത്ര വരും? ദാറ്റ് ഈസ് 20. ഇത് ഇതും കൂടെ എത്ര വരും? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു √2/5. Therefore answer is equal to this. Oh, potential is 0 and electric field density is equal to K into √2 divided by 5 volt per meter. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഇത് ആദ്യമായിട്ട് ഇത് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടണമെന്നില്ല, കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാര്യങ്ങൾ അറിയാൻ കുഴപ്പമില്ല. നിങ്ങൾ ഇതിന് മുമ്പുള്ള നമ്മുടെ തിയറി പാർട്ടുകളും അതിൻ്റെ ജനറൽ ഇക്വേഷൻസും എല്ലാം ഫോളോ ചെയ്ത് വരുന്നവർക്ക് ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പിടികിട്ടും, അത് ഞാൻ ഉറപ്പ് പറയുന്നു. അതുകൊണ്ട് ഇതിനു മുമ്പ് ഇത് കണ്ടിട്ട് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ പോയി എടുത്ത് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 39. The distance between two charges Q1 is equal to +2 microcoulomb and Q2 +8 microcoulomb is 15. അപ്പോൾ നമുക്ക് ഇവിടെ 2 microcoulomb ഇരിക്കുന്നു, അത് കഴിഞ്ഞൊരു 8 microcoulomb ഇവിടെ ഇരിക്കുന്നു. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ. ഇവയ്ക്കിടയിൽ എവിടെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകുക? എന്താ ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ചാർജ് Q1. ഇവിടെ നിന്ന് ഏത് ഡിസ്റ്റൻസ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് 0 ആകുക? ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇത് 15 - x ആണ്. ദാറ്റ് ഈസ് ഇത് ജനറൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇതേ ബൈ ദിസ് സ്ക്വയർ, ദാറ്റ് ഈസ് 2 മൈക്രോ ഡിവൈഡഡ് ബൈ x സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 മൈക്രോ ഡിവൈഡഡ് ബൈ 15 - x ദ ഹോൾ സ്ക്വയർ. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി 0 ആണ്. ദിസ് ചാർജ് ഡിവൈഡ് ബൈ ദിസ് ഡിസ്റ്റൻസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ചാർജ് ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഇതൊക്കെ ഞാൻ സ്പീഡിൽ പോകുന്നു, കാരണം ഇതെല്ലാം ജനറൽ ഇക്വേഷനകത്ത് പല പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് മൈക്രോ ഇതും കൂടെ പോയിട്ട് 4 വരും. നേരെ റൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 - x ഈസ് ഈക്വൽ ടു 2x. Therefore 3x ഈസ് ഈക്വൽ ടു 15. Therefore x ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇത് തെറ്റാണ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നുകൂടെ നോക്കാം. ഇവിടെ ആൻസർ 3 സെന്റിമീറ്റർ ഇരിക്കുന്നു, അതല്ല 5 സെന്റിമീറ്ററേ വരൂ. ഒന്നുകൂടെ നോക്കുക. 2 മൈക്രോ ഡിവൈഡഡ് ബൈ x സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 മൈക്രോ ഡിവൈഡഡ് ബൈ 15 - x ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 15 - x. റൂട്ട് എടുക്കുമ്പോൾ 15 - x ഈസ് ഈക്വൽ ടു 2x. Therefore 3x ഈസ് ഈക്വൽ ടു 15x. 5 സെന്റിമീറ്റർ ആണ് ആൻസർ. ആൻസർ ഈസ് ഈക്വൽ ടു 5. 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ തെറ്റാണ്. ഇതിനകത്ത് കിടക്കുന്ന ആൻസർ ബൈ മിസ്റ്റേക്ക് അങ്ങനെ സംഭവിച്ചാണ്. ആൻസർ 5 സെന്റിമീറ്റർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 40. A point dipole with a dipole moment P is equal to P0K is kept at the origin. An external electric field is given by E is equal to E0 into 2I minus 3J plus 4K is applied on it. Which of the following statement is true? അപ്പോൾ നമ്മൾ ആദ്യമേ ആലോചിക്കേണ്ടത് ടോർക്ക്. ഇതിനകത്ത് ടോർക്കുകളാണ് പറഞ്ഞിരിക്കുക. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു P ക്രോസ് E. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു P എന്ന് പറയുമ്പോൾ P0K ക്രോസ് ഇതാണ് E0 into 2I minus 3J plus 4K. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? P0 E0 into ഇതും കൂടെ ചെയ്യുമ്പോൾ 2K ക്രോസ് I. അറിയാമല്ലോ, IJK എഴുതി പഠിച്ചോണം. അതൊക്കെ നമ്മുടെ വെക്ടേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. K ക്രോസ് I എന്ന് പറയുന്നത് K ക്രോസ് I is equal to J. അപ്പോൾ 2J മൈനസ് ഇതേ ഇൻറ്റു ഇതേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3K ക്രോസ് J. K ക്രോസ് J ഈസ് ഈക്വൽ ടു മൈനസ് I. മൈനസ് ഓഫ് മൈനസ് I. അടുത്തത് 0 ആയിട്ട് പോകും. Therefore ആൻസർ ഈസ് ഈക്വൽ ടു എന്താ വരിക? ആൻസർ ഈസ് ഈക്വൽ ടു P0 E0 ഇൻറ്റു 3I പ്ലസ് 2J. ഇതാണ് അതിന് കിട്ടുന്ന ടോർക്ക്. ടോർക്ക് ഏത് പ്ലെയിനിലാണ്? XY പ്ലെയിനിൽ. ഇനി ആലോചിച്ച് നോക്കുക, ഒരു യൂണിഫോം ഇലക്ട്രിക് നമ്മൾ പിന്നെ ജനറൽ ഇക്വേഷനും തിയറി പാർട്ടിലും എല്ലാം പറഞ്ഞാണ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളിൽ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ബട്ട് ദർ ഈസ് എ ടോർക്ക്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വയ്ക്കുകയാണെങ്കിൽ ദർ ഈസ് എ ടോർക്ക് ആസ് വെൽ ആസ് ഫോഴ്സ്. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദ ഫോഴ്സ് ഓൺ ദ ഡൈപോൾ ഈസ് 0 while the torque acting on the dipole on the XY plane, IJ എന്ന് പറയുന്നത് XY പ്ലെയിനിലാണ് അവന്റെ ടോർക്ക് ആക്ട് ചെയ്യുക. Therefore answer is this. ഇപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളിൽ വെച്ചാൽ നോ നെറ്റ് ഫോഴ്സ് ബട്ട് ദർ ഈസ് എ ടോർക്ക്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വയ്ക്കുകയാണെങ്കിൽ ദർ ഈസ് എ നെറ്റ് ഫോഴ്സ് ആസ് വെൽ ആസ് ടോർക്ക്. പറഞ്ഞോളം, ഇതിന് മുമ്പുള്ള ക്വസ്റ്റനകത്ത് നമ്മൾ ഡിസ്കഷനകത്ത് നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 41.
എന്താ പറഞ്ഞിരിക്കുന്നത്? എ പോയിന്റ് ഡൈപോൾ P is equal to minus P0x is kept at the origin. The dipole, the potential and the electric field due to the dipole on the y-axis at a distance d are respectively. അപ്പോൾ കണ്ടുപിടിക്കുന്നത് ഇതിന്റെ അർത്ഥം വേറൊന്നുമില്ല. ഡൈപോൾ മൊമെന്റ് P is equal to minus P0x എന്ന് വെച്ചാൽ ഡൈപോൾ ഇരിക്കുന്നത് എക്സിലേക്കാണ്, പക്ഷെ ഡൈപോൾ മൊമെന്റ് ആക്ട് ചെയ്യുന്നത് മൈനസ് എക്സിലേക്കാണ്. അതിന്റെ അർത്ഥം ഇവിടെ പ്ലസ് ക്യൂവും ഇവിടെ മൈനസ് ക്യൂവും. അപ്പോൾ അവന്റെ ഡൈപോൾ മൊമെന്റ് ആക്ട് ചെയ്തത് ഇങ്ങോട്ടേക്ക്. ദാറ്റ് ഈസ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. ഇവനെ വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ഡൈപോൾ ഓൺ ദ വൈ ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ ഉണ്ടാകുന്ന ഡൈപോൾ ആണ്, ഇതാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഏതാണ്? ഇക്വിറ്റോറിയൽ ലൈൻ. ഇക്വിറ്റോറിയൽ ലൈനിൽ പൊട്ടൻഷ്യൽ എത്രയാണ്? 0. നമ്മൾ ഇച്ചിരി രൂപ പറഞ്ഞല്ലോ, പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഓർക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് വരിക. കാരണം ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്, ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. അവരുടെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഡൈപോൾ മൊമെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വരിക. അപ്പൊ ഇക്വിറ്റോറിയൽ ലൈനിൽ പൊട്ടൻഷ്യൽ 0 and this electric field E is equal to നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/4 pi epsilon 0 into P by R cube or D cube. D ആണ് ഡിസ്റ്റൻസ് എങ്കിൽ P by D cube. ഇക്വിറ്റോറിയൽ ആക്സിയൽ ലൈൻ ആണെങ്കിൽ 1/4 pi epsilon 0 2P by R cube. ഇക്വിറ്റോറിയൽ ലൈൻ ആണെങ്കിൽ 1/4 pi epsilon 0 P by R cube. അപ്പോൾ therefore ആൻസർ എന്തായിരിക്കണം? 0. അപ്പോൾ ഈ രണ്ട് ആൻസറുകളെ വരാൻ ചാൻസ് ഉള്ളത് ആദ്യമേ മനസ്സിലാക്കുക. പിന്നെ ഓർക്കുക, ഇക്വിറ്റോറിയൽ ലൈനിൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളിന് ഓപ്പോസിറ്റ് ആണ്, ദാറ്റ് ഈസ് ആന്റി പാരലൽ ആണ്. therefore മൈനസ് പി ഡിവൈഡഡ് ബൈ 4 pi epsilon 0 ഡി ക്യൂ. അതാണ് അതിന്റെ ആൻസർ. മനസ്സിലാവുന്നുണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 42. എ സോളിഡ് കണ്ടക്ടിംഗ് സ്ഫിയർ ഹാവിംഗ് എ ചാർജ് ക്യൂ ഈ സറൗണ്ടഡ് ബൈ ആൻ അൺചാർജ്ഡ് കണ്ടക്ടിംഗ് ഹോളോ സ്ഫിയർ. അപ്പൊ ഇവിടെ ഒരു സോളിഡ് സ്ഫിയർ, അതിന്റെ ചാർജ് ക്യൂ ആണ്, അതിന് ചുറ്റുമായിട്ടൊരു അൺചാർജ്ഡ് സ്ഫിയർ. ഇപ്പോൾ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വി ആണ്. ഇയാളും തമ്മിലുള്ള എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു വി ആണ്. ഇതിന്റെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇഫ് ദ ഷെൽ ഈസ് നൗ ഗിവൺ എ ചാർജ് -4q, ഇവനൊരു -4q ചാർജ് കൊടുത്താൽ വാട്ട് ഇസ് എ ന്യൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പുറത്തെ ഷെല്ലിന് എന്ത് ചാർജ് കൊടുത്തു കഴിഞ്ഞാലും ഇതിന് ഒരു ഡിഫറൻസും വരില്ല. കാരണം ഇവന് കൊടുക്കുമ്പോൾ ഇയാൾക്കും സെയിം പൊട്ടൻഷ്യൽ കിട്ടും. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ചെറിയൊരു സ്ഫിയർ എടുത്തു, ഇതൊരു സ്ഫിയർ എടുത്തു. ഇവന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 10ഉം ഇവന്റെ പൊട്ടൻഷ്യൽ 5ഉം ആണെന്ന് കരുതുക, അല്ലെങ്കിൽ 3ഉം ആണെന്ന് കരുതുക. therefore പൊട്ടൻഷ്യൽ ഡിഫറൻസ് is 10 - 3, that is 7. നമ്മള് പുറത്തെ ചാർജ്, ഇതിനൊക്കെ വാണ്ടേ ഗ്രാഫിനും ജനറേറ്റർ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ ഒത്തിരി പോകാതെ ഞാൻ എളുപ്പത്തിൽ ഷോർട്ടായിട്ട് പറഞ്ഞു തരികയാണ്. ഇവിടെ ഞാനൊരു ചാർജ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഇയാൾക്ക് പൊട്ടൻഷ്യൽ 5 കിട്ടിയാൽ ഇയാൾക്കും പൊട്ടൻഷ്യൽ 5 കിട്ടും. അപ്പോൾ ഇയാളുടെ നെറ്റ് പൊട്ടൻഷ്യൽ എത്രയായിട്ട് മാറും? 815. ഇയാളുടെ നെറ്റ് പൊട്ടൻഷ്യൽ എത്രയായിട്ട് മാറും? 8. അപ്പോഴും ഡിഫറൻസ് എത്ര തന്നെയാണ്? 7. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഈ രണ്ട് കോൺസ്റ്റന്റ് സ്ഫിയറിന്റെ കേസിൽ പുറത്തെ സ്ഫിയറിന് എന്ത് ചാർജ് കൊടുത്താലും പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഒരു വ്യത്യാസവും വരില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വ്യത്യാസം വരണമെങ്കിൽ അകത്തെ സ്ഫിയറിന് ചാർജ് കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? ഈ -4q എന്ന് പറഞ്ഞ ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി. -4q കൊടുക്കുമ്പോഴും പൊട്ടൻഷ്യൽ മാറും. രണ്ടുപേരുടെയും, എയുടെയും ബിയുടെയും പൊട്ടൻഷ്യൽ മാറും. പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഒരു വ്യത്യാസവും വരില്ല. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഞാനും എൻ്റെ അനിയനും തമ്മിലുള്ള ഇപ്പോൾ 2000 ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 5 വർഷമാണ്, 5 ഇയർ ആണെന്ന് കരുതുക. 2021 ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 5 ഇയർ തന്നെ. കാരണം ഞാൻ 21 വർഷം മേലോട്ട് പോയി. അപ്പൊ അതായത് രണ്ടുപേർക്കും ഒരേ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഈ 4q കൊടുക്കുന്നതിന് രണ്ടുപേർക്കും ഒരേ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഡിഫറൻസിന് വ്യത്യാസം വരില്ല. therefore ആൻസർ ഈസ് അഗൈൻ ബി തന്നെയാണ്. Next question നോക്കുക, question number 43. The electric field in a region is given by E is equal to AX plus BI, where E is in Newton per coulomb and X is in meter. The value of constant A is equal to 20 SI unit and B is equal to 10 SI unit. The potential at X is equal to 1 is V1 and that at X is equal to -5 is equal to V2. Then what is the
Potential difference V1 minus V2. നമുക്കറിയാം electric field intensity E is equal to A0 x plus B. Potential V is equal to integral E into dx. That is, it is equal to integral from 1 to minus 5 ax plus b into dx. That is, it is equal to ax square divided by 2 from 1 to minus 5 plus bx from 1 to minus 5. That is, it is equal to a value value 20. That is 20 into x square. ആദ്യമേ x ന്റെ സ്ഥാനത്ത് നമ്മൾ divided by 2 into x ന്റെ സ്ഥാനത്ത് നമ്മൾ 5 ഇടുമ്പോൾ 25 minus 1. 25 minus 1 plus b യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 10. That is 10 into minus 5 minus 1. Or answer is equal to 10 into 24 plus 10 into minus 6. Therefore, answer is equal to 240 minus 60. That is equal to 180 volt. This is the answer. പഠിച്ചു വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 44. Two identical conducting spheres A and B carry equal charge. They are separated by a distance much larger than their diameter. അതിന്റെ അർത്ഥം ഈ രണ്ട് സ്പിയറുകളും പോയിന്റ് പാർട്ടിക്കിൾ ആയിട്ട് എടുക്കും. വളരെ വലിയ ഡിസ്റ്റൻസ് ഇരിക്കുമ്പോൾ these two spheres will act as 2 point charges. And the force between them is F, a third charge. അപ്പോൾ നമുക്ക് പറയാം ആദ്യമേ ഒരു ചാർജ് Q ഇവിടെ ഇരിക്കുന്നു, വേറൊരു ചാർജ് Q ഇവിടെ ഇരിക്കുന്നു. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ. Therefore F is equal to 1 by 4 pi epsilon 0 Q square divided by R square. That is equation number 1. ഇനി എന്താ പറയുക? തേർഡ് ഐഡന്റിക്കൽ കണ്ടക്ടിങ് സ്ഫിയർ C is uncharged. ഒരു അൺചാർജ്ഡ് സ്ഫിയറിനെ കൊണ്ടുവന്ന് ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വെക്കുന്നു. അത് കഴിഞ്ഞ് അതിനെ കൊണ്ടുവന്ന് ഇവിടെ കോണ്ടാക്റ്റിൽ വെക്കുന്നു, റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ അൺചാർജ്ഡ് സ്ഫിയറിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത്, അതായത് രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ വരയ്ക്കുകയാണ്. ഇതിൽ ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതാണ്, Q ഇതാണ്. മൂന്നാമത്തെ ചാർജിന് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വെക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും ചാർജ് Q/2 ആയിട്ട് മാറും. ടോട്ടൽ ചാർജിനെ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യും. ഇവിടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q മാത്രമേ ഉള്ളൂ, ഇവന്റെ ഈ ചാർജ് ഇല്ല. അപ്പോൾ ടോട്ടൽ ചാർജിന് Qനെ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുമ്പോൾ Qയും Q/2 ആവും. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? ഇയാളുടെ കയ്യിൽ Q/2 ആണ്. എന്നിട്ട് ഈ സ്ഫിയറിനെ, സ്ഫിയറിനെ ഈ Q/2 എന്ന് പറയുന്ന സ്ഫിയറിനെ കൊണ്ടുവന്ന് ഇവനുമായിട്ട് കോണ്ടാക്റ്റിൽ വെക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ ടോട്ടൽ ചാർജിന് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യും. എത്രയാണ്? ഇയാളുടെ കയ്യിൽ Qയും ഇയാളുടെ കയ്യിൽ Q/2. ദാറ്റ് ഈസ് 1.5 Q. അതിന് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുമ്പോൾ എത്ര വീതമാവും? 0.75 Q. അതായത് Q plus Q/2 divided by 2, that is, it is equal to 3Q divided by 4 വീതമാവും. അപ്പൊ ഇയാളുടെ കയ്യിൽ എത്ര വരും? 3Q divided by 4. എന്നിട്ട് ഇയാളുടെ കയ്യിലും 3Q divided by 4. എന്നിട്ട് ഈ സ്ഫിയറിനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് റിമൂവ് ചെയ്യും. Then what is a new force എന്നാണ് ക്വസ്റ്റ്യൻ. That is, new force F dash is equal to 1 by 4 pi epsilon 0 into Q/2 into 3Q divided by 4 divided by R square. That is, it is equal to 1 by 4 pi epsilon 0 into Q square divided by R square into 3 divided by 8. 3 divided by 8. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് F. Therefore, new force is equal to 3F divided by 8. This is the answer. മനസ്സിലാവുന്നുണ്ടേ? രണ്ട് സ്പിയറുകളെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും കൂടെ ടോട്ടൽ ചാർജ് എടുക്കുക, രണ്ടുപേരും കൂടി ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. ഇവന്റെ കയ്യിൽ 10ഉം ഇത് 6ഉം ആണെന്ന് കരുതുക. രണ്ടുപേരെയും കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് 16നെ 8 വീതം രണ്ടുപേരും എടുക്കും. പക്ഷെ അതിന് കണ്ടീഷൻ ഉണ്ട്, രണ്ടുപേരും ഐഡന്റിക്കൽ സ്പിയേഴ്സ് ആയിരിക്കണം. ഇനി ഒരാളുടെ കയ്യിൽ 10ഉം മറ്റേയാളുടെ -2ഉം ആയിരുന്നു എന്ന് കരുതുക. രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ 10 - 2 divided by 2, ദാറ്റ് ഈസ് 4 വീതമാകും രണ്ടുപേർക്കും. 10 - 2, that is 8. 8/2, that is equal to 2. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു. ആദ്യമേ ഈ Qയും മറ്റേവന്റെ 0 രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ Q + 0 divided by 2. അങ്ങനെയാണ് രണ്ടുപേർക്കും Q/2 വരിക. ആ Q/2നെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ആരുമായിട്ട് കോണ്ടാക്റ്റിൽ വെക്കുക? അടുത്ത Qയുമായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ചാർജ് എത്രയായിരിക്കണം? Q/2 + Q divided by 2, that is equal to 3Q divided by 4 എന്ന് പറയുന്നത് അതാണ് ഈ വരച്ചു വെച്ചിരിക്കുന്ന സാധനം.
Therefore, the new force between them is equal to 3F divided by 8. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 45. ഇത് പറയാൻ നോക്കാനുള്ള ഫിഗർ കണ്ടാലേ അറിയാം. പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫ് ഷോസ് വേരിയേഷൻ വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ്. എന്താണ്? അകത്തെല്ലായിടത്തും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം, പുറത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. Therefore, പൊട്ടൻഷ്യൽ ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിന്റെ വേരിയേഷൻ ആണ് ഈ വരച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ത് വന്നിരുന്നേനെ? ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വേരിയേഷൻ ആയിരുന്നേനെ. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അകത്ത് 0 ആണ്, സ്പിയറിനകത്ത് 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 46. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. 3 charges plus Q and plus Q are placed respectively at a distance 0, d/2 and d from the origin. അതായത് ഇവിടെ ഒരു ചാർജിനെ വെച്ചിരിക്കുന്നു Q, ഇവിടെ ഒരു ചാർജിനെ വെച്ചിരിക്കുന്നു Q, നടുക്കൊരു ചാർജിനെ വെച്ചിരിക്കുന്നു Q. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണ്. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. 0യിലും d/2യിലും d-യിലും 3 ചാർജിനെ വെച്ചിരിക്കുന്നു. ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ പ്ലസ് ഇവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് 0. അതിന്റെ അർത്ഥം ഇത് നമ്മൾ ജനറൽ ഇക്വേഷൻ അത് ഡിറൈവ് ചെയ്തൊരു സാധനമാണ്. ഈ കേസിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് Q ഫോർ ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു 0 ഓർ ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ വരണമെങ്കിൽ ഇവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം, ഇവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം, ഇവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സും 0 ആയിരിക്കണം. ഇവിടെ അങ്ങനൊന്നും പറയുന്നില്ല, ഇവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് 0 എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ ഉടനെ മനസ്സിലാക്കണം അത് നമ്മുടെ മറ്റേ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കണം. ജനറൽ ഇക്വേഷനകത്ത് ഡിറൈവ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2 equal charges Q and Q separated by a distance d. A third charge Q is placed at the midpoint. What is the value of this third charge so that the whole system is in equilibrium? അതിന്റെ കണ്ടീഷൻ ഞാൻ ഡിറൈവ് ചെയ്യുന്നില്ല. ദാറ്റ് ചാർജ് ഈസ് ഈക്വൽ ടു Q/4 ആയിരിക്കണം. ഇതിന്റെ ഓപ്പോസിറ്റ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കണം. ഇവർ രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കണം. Therefore, answer is equal to minus Q divided by 4. അതിന്റെ എക്സ്പ്ലനേഷൻ വേണ്ടുന്നവർ ജനറൽ ഇക്വേഷനകത്ത് പോയി തിരഞ്ഞ് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 47. An electric field of 100 volt per meter is applied to an electric dipole at an angle of 45 degree. The value of electric dipole moment is 10 minus 29 coulomb meter. What is the potential energy? ഒന്നുമില്ല. Potential energy U is equal to minus P cos theta. That is, it is equal to minus P. P യുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 10 raised to 29. 10 raised to minus 29 coulomb meter. Into E യുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 1000. Cos theta, cos 45, that is equal to 1/√2. Therefore, answer is equal to, this answer is equal to minus 10 raised to minus 26 divided by √2. അതിന് ഇങ്ങനെ എഴുതാം, minus 10 into 10 raised to minus 27 divided by √2. That is, it is equal to minus 5√2 into 10 raised to minus 27, or it is equal to minus 7 into 10 raised to minus 27 ആണ് അതിന് കിട്ടുന്ന അവന്റെ പൊട്ടൻഷ്യൽ അത്രയും ജൂൾ. ആൻസർ നോക്കുക, that is, answer is equal to minus 7 into 10 raised to minus 27 ജൂൾ. ഇതൊക്കെ ഇങ്ങനെ എഴുതാൻ പറ്റണം, അല്ല ഇത് ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ അന്തം വിട്ടിരുന്ന് കളഞ്ഞേക്കരുത്. √2 ഒരു എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്ന് കളഞ്ഞേക്കരുത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 48. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിറ്റർമിൻ ദ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം ഓഫ് 3 charges പ്ലേസ്ഡ് ഓൺ ദ വെർട്ടിസസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതിന്റെ അപ്പോൾ ഓർക്കുക, ഇവിടെ ഓർക്കേണ്ട കാര്യം, ഈ ചാർജിന് നമുക്ക് തന്നിരിക്കുന്നത് ഇത് 2Q ആണ്, ഇത് Q ആണ്, ഇത് പ്ലസ് Q ആണ്. ഞാൻ അതിനെ ഇങ്ങനെ ചെറിയൊരു മാറ്റം വരുത്തി വരയ്ക്കുകയാണ്. ഇങ്ങനെ തന്നെ വരയ്ക്കുന്നു. ഇവിടെ പ്ലസ് Q, ഇവിടെയും പ്ലസ് Q. ഈ -2Qനെ -Q രണ്ടാക്കി ഞാൻ വരച്ചു. ഒരു -Q ഇവനും കൂടെ ചേർന്നൊരു ഡൈപോൾ, ഈ -Qയും ഈ പ്ലസ് Qയും കൂടെ ചേർന്നൊരു ഡൈപോൾ. ഇവന്റെ ലെങ്ത് L. അപ്പോൾ ഇവന്റെ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടേക്കാണ് P. That P is equal to Q into L. ഇവൻ കൊണ്ട് ഇവനുമായിട്ടുണ്ടാകുന്ന ഡൈപോൾ മൊമെന്റും ഇങ്ങോട്ടേക്ക്. അപ്പൊ രണ്ട് ഡൈപോൾ മൊമെന്റ് P ആൻഡ് P, അവയ്ക്കിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി. രണ്ട് ഈക്വൽ വെക്ടേഴ്സ് 60 ഡിഗ്രിയിൽ വരികയാണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് ത്രൂ ദ സെന്റർ ഇങ്ങോട്ടേക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു √3P. When two equal vectors makes an angle 60 degree, then the resultant is equal to √3 times of one of the vector. അതൊക്കെ വെക്ടറിനകത്ത് പോയി പഠിച്ചോണം. √3P.
That is, it is equal to net electric potential dipole moment P is equal to root 3 into Q into L. താഴേക്ക് എന്ന് പറഞ്ഞ ഏത് ഡയറക്ഷൻ ആണ്? -5. That is equal to -J. Therefore, answer is equal to minus root 3 Q L J. This is the answer. ഇവിടെ ആൻസർ നോക്കൂ, ഏതായിരുന്നു ആൻസർ? മൈനസ് റൂട്ട് 3 QL J. അപ്പോൾ നമ്മൾ നോക്കുക, അവിടെ ഓർക്കേണ്ടുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ 2Qനെ 2 ആക്കുക, -Q -Q. ഈ -Q ഇവനും കൂടെ ചേർന്ന് ഒരു ഡൈപോൾ, ഈ -Qയും ഇവനും കൂടെ ചേർന്ന് ഒരു ഡൈപോൾ. ഡൈപോൾ മൂവ്മെന്റ് ഇങ്ങോട്ടേക്ക്, അവിടെ റിസൾട്ടന്റ് ഇങ്ങോട്ടേക്ക്. ആ റിസൾട്ടന്റ് നമ്മുടെ വെക്ടറിനാണ്. 2 equal vectors makes an angle 60 degree, then the resultant is equal to root 3 times of what of the vector. അതാണ് ഞാൻ ഈ എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 49 ക്വസ്റ്റ്യൻ നോക്കുക. 3 charges Q minus Q plus Q and plus Q are placed at the vertex of an equilateral right angle isosceles triangle as shown in the figure. The net electrostatic energy of the configuration is 0. Then the value of Q എത്രയാണ്? അപ്പൊ ഞാൻ പറയുന്നു, ഇത് ഐസോസിലസ് ആയതുകൊണ്ട് ഇതിന്റെ ലെങ്ത് എല്ലും ആണെങ്കിൽ ഇത് റൂട്ട് 2L ആയിരിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് ഇക്വേഷൻ എന്തായിരിക്കണം? 1/4πε0 ഇൻറ്റു ഇവര് തമ്മിൽ Q² ഡിവൈഡഡ് ബൈ L പ്ലസ് ഇവര് തമ്മിൽ QQ ഡിവൈഡഡ് ബൈ L പ്ലസ് ഇവര് തമ്മിൽ QQ ഡിവൈഡഡ് ബൈ റൂട്ട് 2L. ദിസ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0. അതിന്റെ അർത്ഥം എന്തായിരിക്കണം? ഇനി ബാക്കി നമുക്ക് സോൾവ് ചെയ്തു പോകാം. ബാക്കി നമ്മൾ സോൾവ് ചെയ്തു പോകുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി 0 ആകുമ്പോൾ ഇത് അപ്പുറത്ത് പോയി 0 ആയി. Q² ഡിവൈഡഡ് ബൈ L പ്ലസ് QQ ഡിവൈഡഡ് ബൈ L പ്ലസ് QQ ഡിവൈഡഡ് ബൈ റൂട്ട് 2L ഈസ് ഈക്വൽ ടു 0. ഇതിലാണ് ഞാൻ കോമൺ ആയിട്ട് Q ബൈ Lനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ബൈ Q ഇൻറ്റു Q പ്ലസ് ക്യാപിറ്റൽ Q പ്ലസ് Q ഡിവൈഡഡ് ബൈ റൂട്ട് 2 ഈസ് ഈക്വൽ ടു 0. ഇത് അപ്പുറത്ത് പോകുമ്പോൾ 0 ആകും. Therefore, Q plus Q divided by root 2 is equal to 0. Therefore, Q is equal to Q plus root 2. Q നെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് Q into root 2 plus 1 divided by root 2 is equal to 0. അതിന്റെ അർത്ഥം Q into root 2 plus 1 divided by root 2 is equal to minus Q. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? What is value? Capital Q. Therefore, capital Q is equal to minus root 2Q divided by root 2 plus 1. Answer ഏതാണെന്ന് നോക്കൂ. മൈനസ് റൂട്ട് 2Q ഡിവൈഡഡ് ബൈ റൂട്ട് 2 പ്ലസ് 1. ഇവരുടെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എഴുതുക, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ കിട്ടി കഴിഞ്ഞാൽ ബാക്കി സോൾവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾ സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കൺസെപ്റ്റ് ഇവിടെ കിട്ടുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 50 പറഞ്ഞിരിക്കുന്ന വേറൊന്നുമല്ല. 2 point charges 4Q and minus Q are fixed at x is equal to minus d/2 and x is equal to d/2. ഇത് ഒറിജിൻ ആണെന്ന് എടുക്കുക. ഇത് മൈനസ് d/2. അതിൻ്റെ അർത്ഥം ഇങ്ങോട്ടേക്ക് d/2, ഇത് പ്ലസ് d/2. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? റെസ്പെക്ട് ഇഫ് എ തേർഡ് പോയിന്റ് ചാർജ് Q ഈസ് ടേക്കൺ ഫ്രം ദ ഒറിജിൻ. ഇവിടെ നിന്ന് ഒരു ചാർജിനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അതായത് ഇവിടെ നിന്ന് d ഡിസ്റ്റൻസ് അകലത്തിൽ. അതിൻ്റെ അർത്ഥം ഇതും d/2 ആണ്. അങ്ങനെ ഈ ഇവിടെ ഇരുന്ന ചാർജിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവന്റെ സിസ്റ്റം എന്തായിട്ട് മാറുമെന്നറിയാമോ? ഇവന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറും. നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇത് ഒറിജിൻ, ഇവിടെ ഇത് d/2, ഇത് d/2. ആദ്യമേ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ചാർജ് ഒരു 4Q ആണ്, ഇവിടെ ഇരിക്കുന്ന ചാർജ് ഒരു Q ആണ്, ഇവിടെ ഇരിക്കുന്ന ചാർജും ഒരു Q ആണ്. ഇങ്ങനെ ഒരു സിസ്റ്റം ഇരിക്കുകയാണ്. ഈ ചാർജിനെ ഞാൻ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ പുതിയ സിസ്റ്റം എങ്ങനെ വരുമെന്ന് അറിയാമോ? ഇങ്ങനെ വരും. ഇവിടെ Q ഉണ്ടാവും, ഇവിടെ 4Q ഉണ്ടാവും, ഇവിടെ ഇരുന്ന ചാർജ് ഇവിടെ എത്തി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് d/2, ഇത് d/2, ഇതും d/2, ഇതും d/2. ഈ ചാർജ് ഇവിടെ എത്തി.
ഇവരുടെ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യമേ മനസ്സിലാക്കുക, വളരെ അടുത്തിരുന്ന ചാർജുകൾ ദൂരേക്ക് പോവുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറയും. അടുത്തടുത്തിരുന്ന ചാർജുകൾ ദൂരേക്ക് പോവുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറയും. ഇവിടെ ആൻസർ ബുദ്ധിയുള്ളവർ ചെയ്യുന്നത് ഒറ്റ കാര്യമേ ഉണ്ടാവൂ, ഡിക്രീസ്ഡ് ബൈ എന്ന് പറയുന്നൊരു ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇൻക്രീസ്ഡ് ബൈ ആണ്. ബുദ്ധിയുള്ളവനാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ തന്നെ ആ ഡിക്രീസ്ഡ് ബൈ എടുത്ത് ആൻസർ അങ്ങ് എഴുതും. കാരണം രണ്ട് ചാർജ് ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ചാർജ് അങ്ങ് ദൂരേക്ക് പോവുകയാണ്. അങ്ങനെ ദൂരേക്ക് പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? പൊട്ടൻഷ്യൽ എനർജി കുറയും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ്ഡ് ബൈ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം നോക്കുക. ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. ശ്രദ്ധിച്ചോളാം ഞാൻ പറയുന്നത്. കാരണം ഇനിഷ്യലി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ഈ ചാർജ് അവിടെ പോയപ്പോഴും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഒരു മാറ്റവും വരുത്തി. അതിൻ്റെ അർത്ഥം ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് വ്യത്യാസമൊന്നും വന്നില്ല. ഇനി നോക്കിയേ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആദ്യമേ എത്രയാണ്? d/2. ഇപ്പോഴും എത്ര തന്നെയാണ്? d/2. അവർ തമ്മിലുള്ള ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്ത് ആരൊക്കെ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ചേഞ്ച് ചെയ്തത്? ഇവർ രണ്ടുപേരും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ഇയാൾ ഇവിടെ പോയപ്പോൾ ചേഞ്ച് ചെയ്തത്. ആദ്യമേ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 1/4πε0 ഇൻറ്റു 4q ഇൻറ്റു q ഡിവൈഡഡ് ബൈ d/2. 4q ഇൻറ്റു q ഡിവൈഡഡ് ബൈ d ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇനിഷ്യലി ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 8q² ഡിവൈഡഡ് ബൈ d. ഇപ്പോൾ അവസാനം ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ ഇവർ തമ്മിലുള്ള പുതിയ പൊട്ടൻഷ്യൽ എനർജി എത്ര? പുതിയ പൊട്ടൻഷ്യൽ എനർജി u final is equal to 1/4πε0 ഇൻറ്റു 4q ഇൻറ്റു q ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഇത് എത്ര വരും? d plus d/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3d ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 8q² ഡിവൈഡഡ് ബൈ 3. 8q²/3. ഉറപ്പായിട്ടും പൊട്ടൻഷ്യൽ എനർജി എന്ത് സംഭവിച്ചു? കുറഞ്ഞു. അപ്പോൾ വാട്ട് ഈസ് ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ u final മൈനസ് u initial. ദാറ്റ് ഈസ് ഈക്വൽ കോമൺ ആയിട്ടുള്ളത് ആരാണ്? 1/4πε0 ഇൻറ്റു 8q² ഇൻറ്റു 1/3 മൈനസ് 1. That is equal to 1/4πε0 into 8q² into 2/3. Therefore, answer എത്രയാണെന്ന് നോക്കുക. ഇത് രണ്ടും കൂടെ 16. Therefore, answer is equal to 1/4πε0 into 16q² divided by 3. ഇതും കൂടെ പോയി 4. Therefore, answer is equal to 4/3 q² divided by πε0. This is the answer. 4q² by ε0 d കൂടെ ഉണ്ടേ, d എഴുതാൻ പറ്റൂ. d അവിടെ എല്ലായിടത്തും d ഉണ്ട്, ഞാൻ d എഴുതാൻ പറ്റൂ. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 4/3 q² by πε0 d. This is the answer. ഇവിടെ ആക്ച്വലി ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ഒരു നെഗറ്റീവ് സൈൻ വരും. 1/3 മൈനസ് 1 ഈസ് ഈക്വൽ ടു -2/3 ആണ്. Therefore, ആൻസർ ഈ നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. അപ്പോൾ ഐഡിയ ഉള്ളവരാണെങ്കിൽ ആദ്യമേ തന്നെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, ഡിക്രീസസ്. ഒരു കോൺഫിഗറേഷൻ ആകുന്ന ഒരു ചാർജ് ദൂരേക്ക് പോവുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരും. അടുത്തേക്ക് വരികയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. അപ്പൊ ഇവിടെ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് വ്യത്യാസമില്ല, ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് വ്യത്യാസം വരുന്നത് ഇയാളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് മാറിപ്പോവുക. ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് മാറിയത്. അപ്പൊ ഈ ചാർജ് ഇവിടെ ഇരുന്ന ചാർജ് ഒത്തിരി ദൂരേക്ക് പോയി, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയും. Therefore, answer is equal to. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ നമ്മുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ സ്പീഡ് കൂടുതലാണ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി കൂടുതൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മൾ ആ കമൻറ്റ് അനുസരിച്ചായിരിക്കും പിന്നീട് ഫർദർ വീഡിയോസ് വരിക. നന്നായിട്ട് പഠിക്കുക, എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബൈ.